ഇനി ഡ്രിങ്ക് വേണ്ട, എനിക്ക് പഴയതുപോലെ ആവണമെന്ന് പക്ഷെ ഹാൻസാർ അവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ ഒരു ദിവസം ഒരു ഡ്രിങ്ക് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷെ നീ പരിധിയില്ലാതെ ഒരു ദിവസം ഒരു കണക്കുകളും ഇല്ലാതെ ആ ഡ്രിങ്ക് കുടിച്ചതിന്റെ ഫലമായിട്ടാണ് നിനക്ക് നിന്റെ ഓർമ്മകൾ മുഴുവനായും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സാർ പറയാണ്. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങുകയും പിന്നീട് ആ കണ്ണാടിക്കുള്ളിലേക്ക് നടന്നു പോവുകയുമാണ് അവൻ. അങ്ങനെ മറ്റ് വിദ്യാർത്ഥികളെ പോലെ തന്നെ അവനും ആ കണ്ണാടിക്കുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയാണ് ഈ കഥയിലെ അവസാനത്തെ ഇര. ഇവൾ എങ്ങനെയാണ് സാറിന്റെ വരയിൽ അകപ്പെട്ടതെന്ന് വെച്ചാൽ ഇവൾക്ക് കൂടുതൽ സുന്ദരിയാവണം എന്ന ആഗ്രഹത്താലാണ്. ആ സ്കൂളിലെ ഒരു പ്രമുഖ പയ്യനുമായി ഇവൾക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവളേക്കാൾ സുന്ദരിയായ പെൺകുട്ടി ഇപ്പോൾ അവൻ പുറകെ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സങ്കടത്തിൽ ബാത്റൂമിൽ നിൽക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒരു യു ക്യാൻ പെർഫെക്റ്റ് എന്നൊരു ആപ്പായിരുന്നു അത്. ഇതിൽ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സുന്ദരിയാവും എന്നുള്ളൊരു ആഡ് കണ്ടിട്ടാണ്